ഹായ് ഗായ്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ കുറച്ചായിട്ട് പള്ളിപ്പെരുന്നാളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി തോന്നുന്നു പള്ളിപ്പെരുന്നാൾ തുടങ്ങിയിട്ട്. പക്ഷെ ഞങ്ങളിപ്പോൾ പോകുന്നത് ഞങ്ങൾ ഏതാണ്ട് തീരാനായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒന്ന് പള്ളിപ്പെരുന്നാളൊക്കെ കണ്ടിട്ട് വരാമെന്ന്. അപ്പം നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം കണ്ടു നോക്കാം. നല്ല വെയിലാണ് ഗൈസ്. ഞങ്ങളിപ്പോൾ പോകുന്നത് ഞാൻ, എൻ്റെ ഉമ്മ, ഹസ്ബൻഡിൻ്റെ ഉമ്മ, പെങ്ങൾ വരുന്നുണ്ടോ എന്ന് ഡൗട്ടാണ്. പെങ്ങളെ മക്കൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. ഇവിടെ എത്തി. ഇതാണ് പള്ളിക്കുന്ന് പെരുന്നാൾ. കണ്ടോ, ആളൊന്നുമില്ല. ഇന്ന് ഹർത്താലായതുണ്ടാവും. ഇത് എക്സിബിഷൻ, മലബാർ മേള കണ്ടോ. ഇതാണ് പഴയ മിഠായികൾ. nostalgic items. എല്ലാ ഇതുള്ള ഇത് വലിച്ചളിക്കണ്ട. ഇങ്ങനത്തെ താക്കടൂൻ്റെ അടുത്തുണ്ട്. ക്യൂട്ട് ഐറ്റംസ്. ഇതൊക്കെ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള സാധനം ഗൈസ്. നല്ല ക്യൂട്ട് ഐറ്റംസ് കുറേ ഉണ്ട്. ഇത് വേണോ? ഉപ്പിട്ടൊക്കെ ചേച്ചിയാ നല്ല കളിപ്പാട്ടം. ഒന്ന് പൊട്ടിക്കാ, ഒന്ന് പൊട്ടിച്ചാ എനിക്ക് പേടിയാ. എന്നെ വെക്കരുതേ ആദ്യം. ഇതാണ് സ്വെറ്റ് ഷർട്ട് ആണോ? ഇങ്ങനത്തെ അങ്ങോട്ട് ആദ്യമില്ലേനാ? ഓഫാക്ക്. എങ്ങനെയാണ് സംഭവം? ഇതെന്നാ സാധനം? ഇതെന്നാ ആദ്യ സാധനം? മൈക്രോബറാ? ഇത് മൈക്രോബറാ? മാസ്കറ. ഇതാടി ഇവിടെ നിന്ന് തുറന്നു. പാട്ടിയാല 150. നിങ്ങൾ പിന്നെയും തോക്കുമല്ല കയറിയ അത് ഇങ്ങനത്തെ കാറ് വെക്കും. ഇങ്ങനത്തെ സാധനങ്ങളാ? ഇങ്ങനത്തെ വണ്ടി വാങ്ങുന്നേ? ഇപ്പൊ ചത്തേന് ഊരുന്നുണ്ട്. ഇത് ഇവിടെ കാറുകൾ. ഇവിടെ പൊരിഞ്ഞ വിലയാ.
എന്തായിരുന്നു ഏ പണ്ട് മറ്റേ പൂപ്പലി രസമുണ്ടതാ ഞാനൊരു വാച്ച് വാങ്ങി ആ ചായ എങ്ങനെ കടിയത് ആ അങ്ങനെ ഇന്നത്തെ പള്ളി പെരുന്നാൾ കലാപരിപാടി അവസാനിച്ചിരിക്കുന്നു. ആളില്ലല്ലേ, ഇന്ന് ആള് കുറവാണ്. അതിന്ന് ഹർത്താലായതുകൊണ്ട് അതൊന്നും ആള് കുറവുണ്ട്. പിന്നെ ശരിക്കും പിന്നെയെന്ന് വെച്ചാൽ ഇന്ന് ഹർത്താലായതുകൊണ്ട് ആൾക്കാരും കുറവുണ്ട്, അല്ലാണ്ട് കുഴപ്പമില്ല. പണി നടക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ വീട്ടിലെത്തിയിട്ടോ. അപ്പം വന്ന് കയറിയിട്ടേ ഉള്ളൂ. നമ്മൾ എന്താ പറയുക, ഞാൻ നന്നായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പള്ളി പെരുന്നാൾ നല്ല രീതിക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ഒക്കെ ഫ്ലോപ്പായി ഗൈസ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ പോയത്. അപ്പോൾ രാവിലെ പോയതുകൊണ്ട് തന്നെ ആൾക്കാരും കുറവായിരുന്നു. പിന്നെ ഓരോ കുറേ സ്റ്റാളുകളുണ്ട് കേട്ടോ. കുറേയൊക്കെ ഓപ്പണായി വരുന്നതേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ 11 മണിയൊക്കെ കഴിഞ്ഞ് എന്നാലും കുറേയൊക്കെ ഓപ്പണായി വരുന്നതേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ നമ്മളിവിടെ നിന്ന് ഹർത്താലാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇന്ന് ആൾക്കാരെ കുറവും അതുപോലെ തിരക്കൊക്കെ കുറവുണ്ടായതെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. എന്നാലും എക്സ്പെക്റ്റ് ചെയ്ത അത്രയൊന്നും ഉണ്ടായിക്കില്ല കേട്ടോ. പിന്നെ കാര്യമായിട്ട് എന്ന് പറയുന്നത് ഈ ഒരു വാച്ച്, ഞാൻ ഈ ഒരു വാച്ച് അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ തന്നെ ലൈക്കായി അങ്ങനെ വാങ്ങിയതാണ്. ഇപ്പോൾ ഇതിൻ്റെ കളർ പോവോ സംഭവങ്ങളൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ അവിടുത്തെ സ്റ്റാളിലൊക്കെ എല്ലാ സാധനത്തിനും നമ്മൾ എക്സ്ട്രാ എന്താ പറയുക ഭയങ്കര റേറ്റ് ആട്ടോ. നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തെ റേറ്റാണ് പിന്നെ അവിടെ ഉള്ളത്. ഇപ്പം നമ്മളിവിടെ പുറത്തുനിന്നൊക്കെ നമ്മൾ 20 രൂപയ്ക്ക് വാങ്ങുന്ന സാധനങ്ങൾ 60 രൂപ 70 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പം ഞങ്ങൾ കാര്യമായിട്ട് അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങില്ല. കാര്യമായിട്ട് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഈ ഒരു വാച്ചും പിന്നെ എൻ്റെ സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും അങ്ങനെ 2 ആൾക്കാർക്ക്, അവർക്ക് 3 ആൾക്കുള്ള വാച്ച്, പിന്നെ എൻ്റെ മോക്കുള്ളൊരു വാച്ച്, അങ്ങനെ നമ്മൾ അത്യാവശ്യം വാങ്ങി കേട്ടോ. പിന്നെ ചെറിയ കൂളിംഗ് ഗ്ലാസ് സംഭവങ്ങൾ അങ്ങനത്തെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തന്നെ ഞങ്ങൾക്ക് 1000 എബോവ് ആയിട്ടോ റേറ്റും കാര്യങ്ങളും. അത്യാവശ്യം ഭയങ്കര റേറ്റ് അവിടെ. നമ്മൾ വിചാരിക്കുന്നതിൽ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പള്ളിപ്പെരുന്നാളിലൊക്കെ പോകുമ്പം സാധനങ്ങൾ വാങ്ങുമ്പോൾ സൂക്ഷിച്ച് വാങ്ങുക. പുറത്തൊക്കെ അതിനും കുറച്ച് വിലക്ക് നമുക്ക് സാധനങ്ങൾ കിട്ടും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ വിചാരിച്ച അത്രയൊന്നുമില്ല. പക്ഷേ ഞാൻ എടുത്ത സ്ഥിതിക്ക് എന്തായാലും വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ.